ഹായ് ഓൾ, സ്റ്റേ മോമിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാർലി ചാപ്ലിൻ്റെ ലൈഫിനെ കുറിച്ചാണ്. അത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതും അതേപോലെ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്നതുമായിട്ടൊരു ലൈഫ് സ്റ്റോറിയാണ്. പക്ഷേ എത്ര കേട്ടാലും മതി വരാത്ത ഒരുപാട് പാഠങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ സിനിമകളിലൂടെ പകർത്താൻ വേണ്ടിയിട്ട് ചാർലി ചാപ്ലിന് സാധിച്ചിട്ടുണ്ട്. 1889 ഏപ്രിൽ മാസം 16-ാം തീയതി ലണ്ടനിലാണ് ചാർലി ചാപ്ലിൻ ജനിക്കുന്നത്. അച്ഛനും അമ്മയും കലാകാരന്മാരായിരുന്നു, നാടകരംഗത്തായിരുന്നു. പക്ഷേ അമിത മദ്യപാനിയായിട്ടുള്ള അച്ഛൻ ചാർലിൻ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വീട് കുടുംബവും ഉപേക്ഷിക്കുകയാണ്. പിന്നീട് ചില സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹം 5-ാമത്തെ വയസ്സിൽ അഭിനയവേദിയിലേക്ക് എത്തുന്നു. 12-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നു. പിന്നെ അമ്മ മാനസിക രോഗിയാകുന്നു. അങ്ങനെ കുറേ ലൈഫ് വലിയൊരു ട്രാജഡിയിലൂടെ പോയിട്ടുള്ളൊരു ലൈഫാണ് അദ്ദേഹത്തിൻ്റേത്. ഒരു നൂറ്റാണ്ടിൻ്റെ തന്നെ വലിയൊരു ഉദയം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രതിഭാധനായിട്ടുള്ള വ്യക്തി എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ചാർലി ചാപ്ലിൻ്റെ ലൈഫ് എല്ലാവരെയും കൂടെ ചിരിപ്പിച്ചെങ്കിലും ഏറ്റവും വലിയ ഒരു ദുരന്തം ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്നുള്ള പോയിൻറ്റ്സിലൂടെ ലൈഫ് കഥകളും കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്നത് നിങ്ങളുടെ ചരിത്രം നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ ലണ്ടനിൽ ജനിച്ചു വളർന്നു. ലാസ്റ്റ് മദ്യപാനിയായിട്ടുള്ള അച്ഛൻ അമ്മേനെ ഉപേക്ഷിച്ച് പോകുന്നു. ദാരിദ്ര്യം കൊണ്ട് ഭ്രാന്തിയായിപ്പോയ, മാനസിക നില തെറ്റിപ്പോയൊരമ്മയാണ് ചാർലിൻ്റേത്. അമ്മയും നോക്കാനില്ലാത്തത് നിമിത്തം അനിയനും അതേപോലെ ചാർലിനും രണ്ടുപേരും അനാഥാലയത്തിലും അതുപോലെ ചില ഇതുപോലെയുള്ള സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, നാടകം ചെയ്യുന്ന ആൾക്കാരുടെ കൂനയിലും അഗതി മന്ദിരങ്ങളിലൊക്കെ ആയിട്ടാണ് തങ്ങളുടെ ബാല്യം മുന്നോട്ട് പോയത്. ഇടാനൊരു നല്ല വസ്ത്രമോ മര്യാദയ്ക്ക് 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള വകയോ അങ്ങനെയൊന്നും ഈ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കിടക്കുമ്പോൾ ഒരു എല്ലാം ഭേദമായപ്പോൾ കാണാൻ ചെന്ന ചാർലിനോടും അനിയനോടും ഇങ്ങനെയാണ് അവരുടെ അമ്മ പറഞ്ഞത്: എനിക്ക് നീ ഒരു കപ്പ് കാപ്പി തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അസുഖം മാറിയേനെ. അത്രയും പട്ടിണിയും പരിവട്ടമായിട്ട് നിന്നിരുന്ന ലൈഫിൽ നിന്ന് ഒരു പുതിയ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവന്നത് ഒറ്റൊരാളുടെ കഠിന പ്രയത്നം കൊണ്ടാണ്. നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പുതിയ സ്റ്റോറി എഴുതേണ്ടത്. പല മഹാന്മാരും അവർ സ്വന്തം വിയർപ്പ് കൊണ്ട്, കഠിനാധ്വാനം കൊണ്ടാണ് വലിയ വിജയങ്ങൾ നേടിയെടുത്തത്. ഇപ്പോൾ ചാർലി ചാപ്ലിനെ പോലെ നിങ്ങളുടെ ലൈഫിൽ ഇത്ര വലിയൊരു പട്ടിണിയോ ദുരിതമോ അല്ലെങ്കിൽ ആരും ഇല്ലാത്ത അവസ്ഥയൊന്നും ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ഥിതി പറയുകയാണെങ്കിൽ തന്നെ ഗവൺമെൻറ് തന്നെ പല കൺസെഷൻസും അതേപോലെ പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതേപോലെ സുമനസ്സുകളായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ സഹായിക്കാനുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ലൈഫ് അവസാനിപ്പിക്കുന്ന പല ആൾക്കാരെയും നമ്മുടെ മുന്നിൽ കാണാറുണ്ട്. അപ്പം നിങ്ങളുടെ കഥ, നിങ്ങളുടെ ചരിത്രം എഴുതേണ്ടത് നിങ്ങൾ തന്നെയാണ്. രണ്ടാമത് ചാർലി ചാപ്ലിൻ്റെ ലൈഫിൽ നിന്ന് പഠിക്കുന്നത്, അദ്ദേഹം ഏത് ജോലി ഏൽപ്പിച്ചാലും അത് ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം പട്ടിണി തന്നെയാണ്. ഒരു നേരത്തെ വിശപ്പടക്കുക എന്നുള്ള ആഗ്രഹം തന്നെ ആയിരിക്കണം. എങ്കിലും പല ജോലികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സന്ദേശവാഹകനായിട്ട് പോയിട്ടുണ്ട്, ക്ലീനിങ്, വീട്ടുജോലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അതേപോലെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്ന ജോലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനിയിലേക്ക് കാലം തന്നെ കൊണ്ട് ചെന്ന് എത്തിക്കുക തന്നെ ചെയ്തു. അപ്പം നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലക്ഷ്യം, എനിക്ക് ഇത്ര ഡിഗ്രി ഉണ്ട്, ഞാനിപ്പോൾ ഇത്ര PhD ആണ്, ഡോക്ടറേറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് പറ്റിയ ജോലി വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും അത് ഉള്ളപ്പോൾ തന്നെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏതെങ്കിലും വർക്ക്, തൊഴിലുകളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൈകിട്ട് വെറുതെ ഇരിക്കുന്നതിനേക്കാളും എത്രയോ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും അത്. ഈ ഒരു സംവിധാന മേഖലയിലേക്ക് അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് വന്നപ്പം തിരക്കഥാകൃത്ത്, സംവിധായകൻ, അഭിനേതാവ്, അതുപോലെ വലിയൊരു ട്രൂപ്പിൻ്റെ ഉടമ, അങ്ങനെയുള്ള പല രീതിയിൽ നിറഞ്ഞു കളിക്കാൻ വേണ്ടിയിട്ട് ചാർലി ചാപ്ലിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ വിജയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. മൂന്നാമത് ചാപ്ലിനിൽ നിന്ന് പഠിക്കുന്നൊരു കാര്യം ലേണിംഗ്, പഠിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിന് കുറേ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എത്ര തിരക്കാണെങ്കിലും എത്ര വയ്യെങ്കിലും രാത്രി കഥ പറഞ്ഞാണ് മക്കളെ ഉറക്കിയിരുന്നത്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുറിയിൽ എപ്പോഴും ഒരു നിഘണ്ടുവെങ്കിലും ഉണ്ടാവണം എന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ഒരു ദിവസം അത് വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സമൂഹത്തിൽ അറിവില്ലാത്തവനെ നോട് സമൂഹം കാണിക്കുന്ന ഒരു അവജ്ഞ അത് നേരിടാതിരിക്കാനാണ്. അല്ലാതെ അറിയണം, പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ഒരിക്കലും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് പോകരുത് എന്നുള്ള ഭയം കൊണ്ടാണ് താൻ ഇത്തരം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതെന്നാണ്.
അപ്പോൾ ഇത്രയും പട്ടിണി പാവമായി നിന്ന ചാൾസിൻ്റെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടി പിന്നീട് ആൾക്കാർ ആഗ്രഹിക്കുകയാണ്, വായിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത്രയും ഒരു അറിവ് ജ്ഞാനം അദ്ദേഹത്തിന് ലഭിച്ചത് ലേൺ ചെയ്യാനുള്ള പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ പുസ്തകങ്ങൾ വായിക്കുക, നല്ല നല്ല അറിവുകൾ സ്വായത്തമാക്കുക, ലാംഗ്വേജ് സ്കിൽസ് അഭ്യസിക്കുക. അദ്ദേഹം ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് തന്നെ തൻ്റെ മാതാവിനൊരു പേടിയുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഈ കുട്ടികളുടെ ഭാഷ ഒരു സംസ്കാരമില്ലാത്ത അല്ലെങ്കിൽ യോജിക്കാത്ത രീതിയിലുള്ള ഭാഷയായി പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത വരാതിരിക്കാൻ അമ്മ വളരെയധികം ശ്രദ്ധിക്കുകയും മക്കൾ രണ്ടുപേരും വളരെ പ്രഷ്യസ് ആണെന്ന് നോക്കി സംസാരിക്കാനും അങ്ങനെയുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പല പാരൻസും മക്കളുടെ മുന്നിൽ നിന്ന് അനാവശ്യമായുള്ള വാക്കുകൾ, സംസ്കാരം പരിഷ്കൃതമായി വെച്ചിരിക്കുന്ന ചില തെറിവാക്കുകൾ ഉൾപ്പെടെ പറയാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെയാണ് ആ അമ്മ കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ ലേണിംഗ്, ലാംഗ്വേജ്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് നല്ല രീതിയിൽ പ്രാക്ടിക്കലാക്കാനും ചാളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. നാലാമതാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ ലൈഫിലുള്ള എല്ലാ ദുഃഖങ്ങളെയും ചിരിയോടെ നേരിടുക, അല്ലെങ്കിൽ പുഞ്ചിരിച്ച് ശീലിക്കുക എന്ന് ചാർലി ചാപ്ലിൻ തൻ്റെ ലൈഫിലൂടെ നമുക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാം അദ്ദേഹം വളരെ ചിരിയോടെയാണ് നേരിട്ടത്. താൻ താമസിച്ച ആ വീടിൻ്റെ ഒരു തെരുവിൻ്റെ ഏറ്റവും അറ്റത്തൊരു അറവുശാല ഉണ്ടായിരുന്നു. അവിടേക്ക് എന്നും ആടുകളെ നടത്തിക്കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ നിന്ന് ഒരാട് രക്ഷപ്പെട്ടു പോയി. അങ്ങനെ ആൾക്കാർക്കൊക്കെ നല്ല രസമായി ഈ ആടിൻ്റെ ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ടപ്പോൾ. കുറേ ആൾക്കാർ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു, കുറച്ച് ആൾക്കാർ മറിഞ്ഞു തട്ടി താഴെ വീഴുന്നു, ബാക്കിയുള്ളവർ കണ്ട് രസിക്കുന്നു. ആടിൻ്റെ വെപ്രാളം കണ്ട് ബാക്കി എല്ലാവരും ചിരിക്കുന്നതിനോടൊപ്പം തന്നെ ചാർലി ചാപ്ലിനും വളരെ രസം തോന്നി. പക്ഷേ അവസാനം അവർ ആടിനെ പിടിച്ചു. അതിനെ തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്താണ് ചാർലി ചാപ്ലിൻ മനസ്സിൽ ചിന്തിക്കുന്നത്, ഇത്രയും അതിൻ്റെ മനസ്സിലുള്ള അതിനെ കൊല്ലാൻ പോവുകയാണ് എന്നുള്ള ചിന്ത അപ്പോഴാണ് കുഞ്ഞു ചാർലിൻ്റെ മനസ്സിലേക്ക് വന്നത്. അദ്ദേഹം ഓടിപ്പോയി അകത്ത് കയറി കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. അവർ ആ ആടിനെ കൊല്ലും. ഇതേപോലെ തന്നെ ഒരു വേദന, ഒരു നീറുന്ന ഒരു വേദന തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിലുടനീളം ഉണ്ടായിരുന്നു. ഉള്ളിൽ ആടിൻ്റെ അവസ്ഥ അറിയാം, പക്ഷേ ബാക്കി ചുറ്റുമുള്ളവർക്ക് അത് കാണാൻ നല്ല രസമായിരിക്കും. ഇത് തന്നെയാണ് തൻ്റെ സിനിമയിലൂടെയും അദ്ദേഹം ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പലപ്പോഴായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചിരിക്കുക. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. ക്ലോസപ്പിലൂടെ നമ്മളൊരു പ്രശ്നത്തെ കാണുമ്പോൾ വലിയ ഒരു ദുരന്തം പോലെ നമുക്ക് തോന്നുമെങ്കിലും ലോങ് ഷോട്ടിൽ ക്യാമറയിലൂടെ നമ്മൾ കാണുമ്പോൾ ഒരു ലോങ് ഷോട്ട് ആണെങ്കിൽ അതൊരു ഫണ്ണി അല്ലെങ്കിൽ അതൊരു വിറ്റ് തന്നെയാണ്, തമാശ തന്നെയാണ്. അപ്പോൾ ആ ഒരു സെൻസിൽ നമ്മുടെ ലൈഫിനെയും നമ്മൾ നോക്കി കാണാൻ വേണ്ടി തുടങ്ങുമ്പോൾ വലിയ സന്തോഷം നമുക്ക് വരും. ഇതുപോലെ പ്രശസ്തമായിട്ടുള്ള ചാപ്ലിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യം ഒരു തമാശ പറഞ്ഞു. അത് കേട്ട് സദസ്സിലുള്ള എല്ലാവരും പൊട്ടിച്ചിരിച്ചു. രണ്ടാമതും അതേ തമാശ ആവർത്തിച്ചു. അപ്പോൾ കുറച്ച് പേര് ചിരിച്ചു. ഇങ്ങനെ 3-4 പ്രാവശ്യം ആവർത്തിച്ചപ്പം അവസാന പ്രാവശ്യം പറയുമ്പോഴേക്കും സദസ്സിൽ ഒരൊറ്റൊരു കുട്ടി പോലും ചിരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞ തമാശ കേട്ട് വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങിയപ്പം നിങ്ങളത് കേട്ട് ചിരിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലുണ്ടായൊരു ദുഃഖം ഓർത്ത് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ കാണണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അതേപോലെ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയിൽ നിന്നുള്ളൊരു ഭാഗമാണ്, അദ്ദേഹം തൻ്റെ അമ്മേനെ ഹോസ്പിറ്റലിൽ കാണാൻ പോവാണ്. പട്ടിണി മൂലമാണ് അവരൊരു ഭ്രാന്തി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അമ്മേനെ കാണുന്നു. ഇങ്ങനെ നിശ്ചലയായി കിടക്കുന്ന അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന അമ്മ. ഡോറ് അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടതിന് ശേഷം കുറേ സമയം അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തി ഈ ചാർലിൻ കരയാണ്. ഒരു സ്റ്റേജ് ഷോ കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വന്ന അമ്മേനെ കാണുന്നത്. അവിടെ ഇരുന്ന് കുറേ സമയം അങ്ങനെ ഇരുന്ന് പോയി. അത് കഴിഞ്ഞ് 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് പുറത്ത് വരുന്നത്. പുറത്ത് തന്നെ സെക്രട്ടറി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സെക്രട്ടറിയുടെ അടുത്ത് ക്ഷമാപണം നടത്തി വീണ്ടും മറ്റൊരു കോമഡി സ്കിറ്റിന് വേണ്ടിയിട്ട് ചാർലിൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട അത്രയും വേദനകൾ ഉണ്ടായിരുന്നെങ്കിലും അരങ്ങിൽ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം തൻ്റെ എല്ലാ വിഷമങ്ങളും ഒഴുക്കി കളയാം. 5ാമത് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠം എന്നുള്ളത് മറ്റുള്ളവരുടെ സങ്കടം നോക്കിയിട്ട് ചിരിക്കരുത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടാണിത്. നിങ്ങൾ എൻ്റെ വീഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കുന്നുണ്ടാവും, എൻ്റെ മിസ്റ്റേക്സ് കണ്ട് നിങ്ങൾക്ക് ആസ്വദിച്ച് ചിരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ചിരിക്ക് ഒരു പക്ഷേ എൻ്റെ കണ്ണുനീര് കാരണമായാലും നിങ്ങളുടെ കണ്ണുനീര് കാരണം ഞാനൊരിക്കലും ചിരിക്കില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരാളുടെ ദുഃഖം കണ്ട് ചിരിക്കാനുള്ള അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നില്ല. അപ്പോൾ നമ്മളും അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം ലൈഫ് അതൊരു കോമിക്കാക്കുക അല്ലെങ്കിൽ അതിനെ ഇതാക്കുക എന്നല്ലാതെ മറ്റൊരാളെ നമ്മൾ മീൻവായിലായിട്ട് അല്ലെങ്കിൽ ഒരു മീൻ ചെയ്തിട്ട് നമ്മൾ അവരെ പരിഹസിക്കരുത്. തൻ്റെ ലൈഫിൽ നോക്കുകയാണെങ്കിലും എത്ര ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പം ഹിറ്റ്ലറെ
കുറിച്ചിട്ട് മോശമായിട്ട് അല്ലെങ്കിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നാസിസം, ഫാസിസം തുടങ്ങിയിട്ട് കാര്യങ്ങൾ പറയുകയല്ലാണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു വ്യക്തിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല, കാരണം കൂടാതെ. അപ്പോൾ അതും നമുക്ക് പാഠമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഡെസ്റ്റിനിയെക്കുറിച്ച് പ്രതീക്ഷ പുലർത്തുക, ജീവിതത്തോടൊരു പ്രതീക്ഷ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ചാർലിൻ്റെ ലൈഫിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠമാണ്. എല്ലാ തോൽവിക്കും എല്ലാ കണ്ണുനീരിനും അപ്പുറത്ത് വിജയം നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തൻ്റെ 5-ാമത്തെ വയസ്സിൽ ഹന്ന എന്ന് പറയുന്ന ഒരു കലാകാരി സ്റ്റേജിൽ സംഗീത നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവതരിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ശബ്ദം പോകുന്നു. പിന്നെയും ട്രൈ ചെയ്തിട്ടും അവർക്ക് ആ പാടാൻ അല്ലെങ്കിൽ ബാക്കിയൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ അത്രയും സമയം ആസ്വദിച്ചു കൊണ്ടിരുന്ന സദസ്സ് മുഴുവൻ കൂകി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ആ സ്ത്രീ അവിടെ തളർന്നു വീഴുകയാണ്. ആ ഒരു നിമിഷത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കുഞ്ഞി ബാലൻ സ്റ്റേജിൻ്റെ കർട്ടന് പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജ് മാനേജർ ആ ചെക്കനെ സ്റ്റേജിലേക്ക് തള്ളിവിട്ടു. അവർക്ക് കുഞ്ഞതു മുതൽ തന്നെ അനുകരിക്കുന്ന ആ കലയുള്ള ഒരു കുട്ടിയാണ് ആ ചെറിയ ബാലൻ എന്നറിയാവുന്നതുകൊണ്ട് തന്നെ സ്റ്റേജിലേക്ക് തള്ളിവിട്ടു. ആകെ പകച്ചു നിന്ന ചാർലി ചാപ്ലിൻ കുറച്ച് സമയം മ്യൂസിക് കേൾക്കുന്ന സമയത്ത് അതിനനുസരിച്ച് പാട്ട് പാടാൻ വേണ്ടി തുടങ്ങി. വളരെ പ്രശസ്തമായ ഒരു സോങ് പാടി. അതിനുശേഷം അന്നത്തെ നടീനടന്മാരെ അനുകരിച്ചു, കുറേ മിമിക്രി കാണിച്ചു. അതിനിടയിൽ പാട്ട് പാടിയപ്പോൾ തന്നെ നാണയത്തുട്ടുകൾ ഇങ്ങനെ ആൾക്കാർ എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഈ നാണയത്തുട്ടുകൾ ഈ ചെറിയ കുട്ടി ഇങ്ങനെ പെറുക്കിയെടുക്കുന്നത് കണ്ടപ്പോൾ സ്റ്റേജ് മാനേജർ കൂടെ വന്നു. അപ്പോൾ സ്റ്റേജ് മാനേജറിന് കൊടുക്കാതെ ഈ നാണയത്തുട്ടുകൾ പെറുക്കുന്ന ആ കുട്ടീനെ കണ്ടപ്പം സദസ്സിനാകെ മൊത്തം ചിരി പടർന്നു. പക്ഷേ അതിൻ്റെ പുറകിൽ പട്ടിണിൻ്റെയും പരിവട്ടത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒരു ബാലനാണെന്ന് ആൾക്കാരും അറിയുന്നില്ല. അവിടെ നിന്നാണ് ചാർലി ചാപ്ലിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഒരു ആക്ടിങ് കരിയർ ഓപ്പൺ ആവുന്നത്. അതിനുശേഷം ഒരുപാട് വേദികൾ, 5-ാം വയസ്സിൽ ആ സ്റ്റേജിൽ നിന്ന് ചാർലിൻ്റെ കരിയർ ഓപ്പൺ ആവുന്നതിനോടൊപ്പം തന്നെ തൻ്റെ അമ്മയുടെ അവസാനത്തെ വേദി കൂടിയായിട്ട് അത് മാറിയിരുന്നു. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെസ്റ്റിനി ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കും മുന്നിൽ വരിക. എനിവേസ് ആദ്യം ഒന്ന് പകച്ചു നിന്നാലും ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അത് ഹെഡ് ചെയ്യാനുള്ളൊരു ധൈര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം നേടിയെടുക്കാൻ സാധിക്കും. ചാർലി ചാപ്ലിൻ നിന്ന് പഠിക്കുന്ന മറ്റൊരു കാര്യം, വിവാദങ്ങൾ നിങ്ങൾ ഒരിക്കലും ബാധിക്കരുത് എന്നുള്ളതാണ്. 4 വിവാഹം, അതിൽ 11 കുട്ടികൾ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കുട്ടി ജനിക്കുമ്പോൾ 72 ഇയേഴ്സ് ഓൾഡാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ ലാസ്റ്റ് സ്ത്രീനെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 18 വയസ്സും ഇവർക്കും വളരെ 36 വയസ്സിൻ്റെ വ്യത്യാസമായിട്ടാണ് ചാർലിൻ ലാസ്റ്റ് മാരേജ് കഴിക്കുന്നത്. ആ മാരേജാണ് കുറേ കാലം മരണം വരെയും കണ്ടിന്യൂ ചെയ്തു പോയത്. അതിലാണ് 8 കുട്ടികളുള്ളത്. ഇതൊരു കോൺസ്പിറൻസി. ഇത്ര വിവാഹം കഴിച്ചു, ഇത്ര ഡൈവോഴ്സായി, അത് ഇത് എന്നുള്ളത് ഒരു കോൺസ്പിറൻസി. പിന്നെ വേറൊരു വിവാദമായിട്ട് നിന്നിരുന്നത് അന്നത്തെ ഹിറ്റ്ലറും അതേപോലെ ചാർലി ചാപ്ലിനും വെറും 4 ദിവസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടുപേരുടെയും ജനനത്തിന് എന്നാണ് പറയുന്നത്. കുറേ കാര്യങ്ങളിൽ ഏകദേശം ഒരേ ഇതായിരുന്നു. ദ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെ ഹിറ്റ്ലറിനെ കീറി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അത് അടുത്ത പോയിന്റിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ ലൈഫിലുള്ള കുറേ കോൺസ്പിറൻസീസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഈ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് അമേരിക്ക അവിടെ വരണ്ട എന്നുള്ള അദ്ദേഹത്തിന് പ്രവേശനാനുമതി നിഷേധിക്കുകയാണ്. ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടും ഹി വാസ് കൂൾ. അതിനുശേഷം സ്വിറ്റ്സർലാൻഡിൽ പോയി ശിഷ്ടകാലം വളരെ സന്തോഷമായിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഇഷ്യൂ വരികയാണെങ്കിൽ അതിനെ വളരെ പുഞ്ചിരിയോടെ നേരിടുക. അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു ലൈഫ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സോഴ്സ് ഓപ്പൺ ആകും എന്ന് വിചാരിക്കുക. ലണ്ടനിൽ ഒരു വലിയൊരു സംഭവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ ചാർലിനെ തിരിച്ച് കയറ്റുന്നില്ല സ്വന്തം നാട്ടിലേക്ക്. ഇതേപോലെ ഇതിലും വലിയ ഇഷ്യൂസ് ഒന്നും നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ വരുന്ന സമയത്ത് വേറെ ഇതൊരു ഡോർ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയിരുന്നു. സ്വിറ്റ്സർലാൻഡ് പോലെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ തയ്യാറായി. അപ്പം നിങ്ങളും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ധൈര്യത്തോടെ നേരിടാനുള്ള ഒരു ക്ഷമത കാണിക്കുക. അടുത്തതായിട്ട് ചാർലി ചാപ്ലിൻ്റെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. സാധാരണക്കാരനോടൊപ്പം നിൽക്കാനുള്ള പൊളിറ്റിക്സ്. അദ്ദേഹത്തിൻ്റെ സിനിമ കാണുകയാണെങ്കിൽ നമുക്ക് ഉടനീളം കാണും. മുതലാളിത്തത്തിനും അതുപോലെ ഉള്ള കുറേ കാര്യത്തിന് ഓപ്പോസിറ്റായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് ഡിറ്റക്ടറിലുള്ള അവസാനത്തെ ആ ഒരു പ്രസംഗം തന്നെ മതി കോളിളക്കം സൃഷ്ടിക്കാൻ. പക്ഷെ വാക്കുകളൊന്നും ശബ്ദമോ വാക്കുകളോ ഒന്നും തൻ്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമില്ല, അത്ര വലിയ ടെക്നോളജി ഒന്നും വേണ്ട എന്ന് നിശബ്ദ ചിത്രങ്ങളുടെ രാജാവായിരുന്ന ചാർലിൻ തൻ്റെ മറ്റ് അനേകം സിനിമകളിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവാണ്, നിങ്ങൾക്കൊരു എബിലിറ്റി ഉണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് ആവാൻ വേണ്ടി നോക്കുക. മരിച്ച് ഇപ്പം 40 വർഷം കഴിഞ്ഞിട്ടും ഒരിക്കലും
അനശ്വരനായി നിൽക്കുകയാണ്. ഒരു പകരക്കാരനോ ഒരു പിന്തുടർച്ചക്കാരൻ പോലും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് ചാർലി ചാപ്ലിൻ വളർന്നു. അതിൻ്റെ കാരണം അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഗ്രേറ്റ് തിങ്കിങ് എബിലിറ്റി ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ നമുക്ക് കാണാം, 2 പേരിരുന്നിട്ട് ചെരുപ്പ് പുഴുങ്ങിയത് വളരെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അത് കാണുന്നവർ കണ്ട് ചിരിക്കുമെങ്കിലും അതിൻ്റെ ഉള്ളിലൂടെ അദ്ദേഹം പറയുന്നത് അത്രയും സാമ്പത്തിക പ്രശ്നങ്ങൾ നടക്കുന്ന സാധാരണക്കാരന് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമേരിക്കൻ സാമ്പത്തിക ഇൻഫ്ലേഷൻ്റെ ആ ഒരു സമയത്തിനെയാണ് കാണിച്ചത്. അപ്പോൾ അത്രയും തിങ്ക് ചെയ്ത് ഓരോ കാര്യവും സാധാരണക്കാർക്കും മനസ്സിലാവും, ബുദ്ധിജീവികൾക്ക് അതിൽ നിന്ന് വേറെ എന്തെങ്കിലും അത് നറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തു മാറ്റാനുണ്ടാകും. അപ്പോൾ അത്രയും കഴിവുള്ള ഒരു കലാകാരനായിരുന്നു. നിങ്ങളുടെ ലൈഫിലും അതുപോലെയുള്ള ചില കഴിവുകൾ, നിങ്ങൾ എന്തിലാണോ എക്സ്പേർട്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്താണോ അതിൽ എക്സലൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കാം. ചാർലി ചാപ്ലിൻ്റെ ലൈഫിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന വേറൊരു പോയിന്റ്, ഇഫ് യു ആർ എക്സലൻ്റ് ഇൻ സംതിങ്, നിങ്ങളെ തേടി അംഗീകാരങ്ങൾ വരും. നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. വളരെ ചെറുതായിട്ടുള്ള തുടക്കമായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു 20-21 വയസ്സുള്ള, അപ്പോൾ അന്നത്തെ കാലത്ത് വലിയ നടന്മാർ വാങ്ങിയ പ്രതിഫലം നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെ സ്റ്റേജിൽ കൊണ്ടുവരാൻ ആളുകൾ തയ്യാറായിരുന്നു. അത് മാത്രമല്ല 2 ഓസ്കാറുകൾ, ഒന്ന് മികച്ച നടന്, ഒന്ന് മികച്ച സിനിമയുടെ സംവിധായകന്. അതുകൂടാതെ ഒരു സിനിമ ഇൻഡസ്ട്രിക്കുള്ള അനശ്വരമാക്കിയ ഒരു പ്രത്യേക പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2ാമത് കിട്ടിയ അവാർഡിൻ്റെ സമയത്താണ് ഓസ്കാർ വേദിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു നിമിഷം, അത് ചാർലി ചാപ്ലിനാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു അംഗീകാരം നമ്മുടെ ലൈഫിൽ വരണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് 100% കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ആ അംഗീകാരം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. മരണം കൊണ്ടും അദ്ദേഹം അനശ്വരനായി നിൽക്കുകയാണ്. അതുപോലെ ആയിത്തീരാനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. 1977 ക്രിസ്മസ് ഡിസംബർ 25 ചാർലി ചാപ്ലിൻ മരിക്കുന്നത്. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം ആൾക്കാർ തട്ടിക്കൊണ്ടുപോവാണ്. 4 ലക്ഷം പൗണ്ട് അങ്ങനെ എത്രയാണ് അന്ന് ആ ശരീരം വിട്ടുകൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. പിന്നീട് അത് തിരിച്ചു കിട്ടി. അദ്ദേഹത്തിൻ്റെ കോട്ടും സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ വടിയും വിറ്റുപോയത് 1,50,000 യൂറോ പൗണ്ട് ആ ഒരു എമൗണ്ടിനാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു നേരത്തെ ഭക്ഷണത്തിന് മുട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്, പക്ഷെ തൻ്റെ കലയും തൻ്റെ കഴിവുകളും ഹാർഡ് വർക്കും കൊണ്ട് ആ ഒരു നിലയിലെത്തി. 5 വയസ്സിൽ തുടങ്ങിയ അഭിനയ ജീവിതം 80 വയസ്സ് വരെ നീണ്ടു നിൽക്കുകയാണ്. കോൺസ്പിറൻസീസ്, പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, ഇഷ്യൂസ്, പക്ഷേ ഒരൊറ്റ ചാർലി ചാപ്ലിനെ എപ്പോഴും ഉള്ളൂ. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായം പോലും ഒരു പ്രശ്നമായിരുന്നില്ല എന്നുള്ളതാണ്. തൻ്റെ ജീവചരിത്രം എഴുതുന്നത് ഒരു 74-75 ആ ഒരു പ്രായത്തിന് ആണ്, ആ ഒരു വയസ്സായപ്പോഴാണ്. 8 വർഷത്തോളം എടുത്തു ആ ജീവചരിത്രം കംപ്ലീറ്റ് ചെയ്യാൻ. 500 പേജുകളുള്ള ആ ഒരു പുസ്തകം ഇന്നും ഇപ്പം നമ്മുടെ മലയാളത്തിലും ലഭ്യമാണ്. അപ്പം അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു വ്യക്തിത്വമായി നിൽക്കാൻ ചാർലി ചാപ്ലിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോഴും നമ്മൾ പറയുന്നു, ഞാൻ മഴയത്ത് നടക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം ഞാൻ കരയുന്നത് ആരും കാണുന്നില്ലല്ലോ. മദ്യപിക്കുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. ഈ നിമിഷവും എല്ലാ നിമിഷവും മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ഒരു നിമിഷം എങ്ങനെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമോ അതുപോലെ ആസ്വദിച്ച് ജീവിക്കുക. അങ്ങനെയുള്ള കുറേ കോട്ട്സ്. ഇന്ന് നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ ഇന്നാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്ത ഏറ്റവും കൂടുതൽ പാഴാക്കി കളഞ്ഞ ദിവസം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും പാഠം ഉൾക്കൊണ്ട് നിങ്ങളുടെ ലൈഫും വളരെ സ്ട്രോങ് ആയി മുന്നോട്ടേക്ക് പോകാൻ, എന്തിനേയും ധൈര്യത്തോടെ നേരിടാൻ, എന്ത് ഇഷ്യൂസ് ആണെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് ആൾക്കാരെ അഭിമുഖീകരിക്കാൻ, മറ്റുള്ളവർക്ക് പുഞ്ചിരി പകരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്റ്റേവാവിൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അതുവരെ